രാക്ഷസി പ്രണയം. രചന കൺമണി. അവതരണം സാലിം കരുളായി. അയാൾ തിരിഞ്ഞു നടന്നു. അയാളെ ഒന്ന് നോക്കി അമ്പലനടയിലേക്കും ഒന്നുകൂടെ നോക്കി അവൻ കാറിൽ കയറി വീട്ടിലേക്ക് പുറപ്പെട്ടിരുന്നു. വീട്ടിലെത്തിയതും അവളെയും കോരിയെടുത്തവൻ നേരെ പോയത് അവൻ്റെ റൂമിലേക്കായിരുന്നു. അവൻ അവളെയും കൊണ്ട് വരുന്നത് കണ്ടപ്പോൾ തന്നെ കമലം അവളുടെ അരികിലേക്ക് ഓടി വന്ന് ആദ്യയുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയിരുന്നു. അവർക്ക് നേരെ ഒന്നുമില്ലെന്ന് കണ്ണു ചിമ്പി കാണിച്ചവൻ മുറിയിലേക്ക് അവളെ ചെന്ന് കിടത്തി. താഴെ പോയി അമ്പലത്തിൽ നടന്നതെല്ലാം പറഞ്ഞു കൊടുത്തത് അവിടെ കിട്ടിയ പ്രസാദമായി മുറിയിലേക്ക് ചെന്ന് ഇലക്കേറിലെ പ്രസാദം വിരലെല്ലാം തൊട്ടുകൊണ്ടവൻ മയങ്ങിക്കിടക്കുന്നവരുടെ അരികിലേക്ക് ചെന്നു. ബെഡിൽ കയറിയിരുന്ന അവളുടെ നെറ്റിയിലേക്ക് പാറി വീണ് കിടക്കുന്ന മുടിയിലുകളെ മാടി ഒതുക്കി ആ ചന്ദനം അവളുടെ നെറ്റിയിൽ തൊട്ടുകൊടുത്തു. കൈയെത്തിച്ച് ടേബിളിലുള്ള പായസം എടുത്തുകൊണ്ട് ചൂണ്ടുവിരലിൽ തൊട്ടുകൊണ്ടവൻ അവളുടെ ചുണ്ടാല ചേർത്തതും പാതി മയക്കത്തിൽ വായിൽ അനുഭവപ്പെട്ട മധുരം അവൾ നുണഞ്ഞെടുത്തു. അത് കടന്നും അവൻ്റെ മുഖത്ത് ഒരിളം പുഞ്ചിരി മുട്ടിട്ടു. ഒന്നുകൂടി അവളുടെ അധരങ്ങളിലേക്ക് പായസം വെച്ച് കൊടുത്തെങ്കിലും അവളത് സ്വീകരിക്കാതെ കിടന്നതും അവൻ്റെ അധരങ്ങൾ മയങ്ങിക്കിടന്ന് അവളുടെ നേരെ കൂർപ്പിച്ച് പിടിച്ചു. മയങ്ങിക്കിടന്ന് അവളെ കഴുത്തറ്റം വരെ പുതപ്പിച്ച് കൊടുത്ത് അവൻ ബാൽക്കണിലേക്ക് നടന്നു. രാത്രി ആയതുകൊണ്ട് തന്നെ ഇരുട്ടിൻ്റെ ആധിപത്യം ഭൂമി മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് അവൻ അറിഞ്ഞു. അപ്പോഴും അവൻ്റെ ദേഹത്ത് അഗ്നിതയുടെ സാന്നിധ്യം വിട്ടുമാറാത്തതുപോലെ തോന്നിയവന്. ഒത്തിരി നേരം അവിടെ നിന്നവൻ ഉറക്കം കണ്ണുകളെ തഴുകുന്നത് അറിഞ്ഞ് മുറിയിലേക്ക് തന്നെ നടന്നു. ആകെ തളർന്ന് കിടക്കുന്നവളുടെ അരികെ പോയിരുന്ന് മെല്ലെ അവളുടെ നെറുകയിലൂടെ തലോടി കൊടുത്തു. അപ്പോഴാണ് അവൻ അവളുടെ മാറോട് ചേർന്ന് കിടക്കുന്ന അവൻ തെറ്റിയ താലിയെ ശ്രദ്ധിച്ചത്. അപ്പോൾ തന്നെ മഞ്ഞച്ചെടിയിൽ നിന്നും അത് വേർപ്പെടുത്തി അമ്പലത്തിൽ വെച്ച് ചാർത്തിയ സ്വർണ്ണമാലയിൽ അത് കൊരുത്ത് ചേർത്ത് ഒന്നുകൂടി അവളെ പുതപ്പിച്ച് കൊടുത്തുകൊണ്ട് അവൻ എഴുന്നേറ്റ് സെൽഫിൽ നിന്ന് ഒരു ബ്ലാങ്കറ്റ് എടുത്ത് സോഫയിൽ പോയി കിടന്നു. അവളെ കാണത്തക്ക വിധം കിടന്നുകൊണ്ട് ഒത്തിരി നേരം അവളെ ഇമച്ചിന്മാതെ നോക്കിക്കിടന്ന് എപ്പോഴും മയക്കത്തിലേക്ക് വഴുതി വീണിരുന്നു. രാവിലെ മയക്കം വിട്ടിരുന്ന അഗ്നിതയ്ക്ക് മനസ്സിലായിരുന്നു ഇന്ന് താൻ എന്നും കിടക്കുന്ന മുറിയിലല്ലെന്ന്. അതുകൊണ്ട് തന്നെ ഞെട്ടിപ്പിടഞ്ഞവൾ കട്ടിലിൽ നിന്ന് ചുറ്റും മിഴികൾ പായിച്ചപ്പോൾ തന്നെ മനസ്സിലായിരുന്നു അത് റാമിൻ്റെ മുറിയായിരുന്നുവെന്ന്. അത് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ ദേഹത്തുള്ള പുതപ്പ് വലിച്ചെറിഞ്ഞുകൊണ്ട് ബെഡിൽ നിന്നിറങ്ങി. പെട്ടെന്ന് തന്നെ പുറത്തേക്ക് കിടക്കാനായി ഒരുങ്ങിയതും അപ്പോൾ തന്നെ റാം മുറിക്കകത്തേക്ക് കടന്നു വന്നു. അവനെ കണ്ടതും അവൾ അവനെ നോക്കി പുച്ഛിച്ചു. പെട്ടെന്നാണ് അവൾക്ക് ഇന്നലെ നടന്നത് ഓർമ്മ വന്നത്. അത് ഓർമ്മ വന്നതും അവളുടെ മുഖത്ത് അവനോടുള്ള ദേഷ്യം ഉയർന്നു വന്നു. കഴുത്തിൽ കിടക്കുന്ന താലിയിലേക്ക് പുച്ഛത്തോടെ മാത്രം നോക്കാനേ അവൾക്കായുള്ളൂ. മാറി നിൽക്ക്, എനിക്ക് പോകണം. അവൾക്ക് മുന്നിൽ തടസ്സമായി നിൽക്കുന്നവൻ ഒന്ന് നോക്കുക കൂടെ ചെയ്യാതെ അവൾ പറഞ്ഞു. അഗ്നിത, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. താൻ ഞാൻ പറയുന്നത് ക്ഷമയോടെ കേൾക്കണം. എനിക്കൊന്നും കേൾക്കാനുമില്ല, പറയാനുമില്ല. അഗ്നിത പ്ലീസ്, തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഞാനിപ്പോൾ പഴയ റാം അല്ല. ഇന്ന് ഞാൻ തന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. താൻ തൻ്റെ പക തീർക്കാൻ ഇറങ്ങിയതാവും. പക്ഷേ തൻ്റെ പക എൻ്റെ കണ്ണു തുറപ്പിക്കുകയാണ് ചെയ്തത്. എനിക്കറിയാം ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ് ഞാൻ ചെയ്തതെന്ന്. പക്ഷേ എനിക്കൊരവസരം കൂടെ തന്നൂടെ? ചെയ്തു പോയതിനെല്ലാം ഞാൻ പരിഹാരം ചെയ്തു കൊള്ളാം. തല താഴ്ത്തിക്കൊണ്ടവൻ അത്രയും പറഞ്ഞു നിർത്തി ബാക്കി പറയുന്നതിന് മുമ്പ് അവൾ ഇടയ്ക്ക് കയറി. കഴിഞ്ഞോ നിത? എനിക്ക് കോൾ മീ അഗ്നിത, ഓക്കെ? അല്ല, എന്താ തൻ്റെ ഉദ്ദേശം? ഇന്നലെ വൈകിട്ടൊരു താലി കെട്ട്, ഇനിയിപ്പോൾ ഒരു ഏറ്റുപറച്ചില്. സത്യം പററാം, ഏത് വിദേശിക്ക് എത്ര പൊൻപണത്തിനാ എന്നെ വിറ്റത്? എപ്പോഴാ പോകേണ്ടേ? അഗ്നിത! അവളുടെ വാക്കുകൾ അവൻ്റെ കാതിലേക്ക് തറഞ്ഞതും അവൻ്റെ ശബ്ദം അവിടെ ആകമാനം ഉയർന്നു പൊന്തി. കിടന്ന് അലറണ്ട റാം, എനിക്ക് ചെവി കേൾക്കാം. ഇങ്ങനെ ഞെട്ടിപ്പകച്ച് നിൽക്കാൻ മാത്രം ഞാനിവിടെ ഒന്നും പറഞ്ഞില്ലല്ലോ. തൻ്റെ മനസ്സിലുള്ളത് മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കി പറഞ്ഞതുകൊണ്ടാണെങ്കിൽ ഈ ഞെട്ടൽ വേണ്ട. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. തന്നെ പോലൊരാളിൽ നിന്നും ഞാൻ ഇത്രയൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ. പിന്നെ കാര്യങ്ങൾ നടക്കാനും വേണ്ടി ഈ മാതിരി ചീപ്പ് ഷോകൾ ഇനി മുതൽ ഇറക്കരുത്. ഇത് റാണ വിക്രംനാഥിന് ചേരുന്ന പണിയല്ല. അത്രയും പറഞ്ഞ് പോകാൻ നിന്നവളുടെ മുന്നിലേക്ക് വീണ്ടും അവൻ തടസ്സം സൃഷ്ടിച്ചു നിന്നു. ഞാനിപ്പോൾ ചെയ്തതും പറഞ്ഞതുമെല്ലാം താൻ ഇങ്ങനെയാണ് കരുതിയത്? പിന്നെ എങ്ങനെ കരുതണം? ഡോ പ്ലീസ്, താൻ എന്നെ ഒന്ന് മനസ്സിലാക്കുക. അത് പറഞ്ഞവളുടെ കവളിൽ തൻ്റെ കൈ ചേർക്കാൻ ഭാവിച്ചതും ആറപ്പോടവൾ അവനിൽ നിന്നും കുതറി മാറി. തൊട്ടുപോകരുത് തന്നെ, ഞാനൊരു1000 വട്ടം പറഞ്ഞില്ലേ? ഒരിക്കൽ നിങ്ങൾ തൊട്ട് അശുദ്ധമാക്കിയതാണ് എൻ്റെ ശരീരം. ഇപ്പോഴും ആ അഴക്ക് എന്നിൽ നിന്ന് വിട്ടു പോയിട്ടില്ല. ഇനിയും എന്നെ അതിലേക്ക് തള്ളിയിടരുത് പ്ലീസ്. അഗ്നിത, ഞാൻ എങ്ങനെയാണ് തന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? എനിക്കറിയില്ല. വേണ്ട റാം പ്ലീസ്. താനിത് ആരെ കാണിക്കാൻ അങ്ങനെ കിടന്ന് അഭിനയിക്കുന്നത്? തൻ്റെ അഭിനയെല്ലാം സൂപ്പറായിരുന്നു. ബെസ്റ്റ് ബിസിനസ്മാൻ മാത്രമല്ല, ബെസ്റ്റ് ആക്ടറുള്ള അവാർഡ് പോലും തനിക്ക് തന്നെ കിട്ടും. പക്ഷേ അതുകൊണ്ട് എൻ്റെ അടുക്കലേക്ക് വരരുത്. അല്ലെങ്കിലും ഈ ശരീരത്തിൽ ഉപയോഗിക്കാനായി ഒന്നുമില്ല. ആത്മാവ് മരിച്ച വെറുമൊരു ജഡം മാത്രമാണ് ഞാൻ. എന്നെ ഇനിയും മറ്റുള്ളവരുടെ മുന്നിലേക്ക് കൊത്തിവലിക്കാൻ ഇട്ട് കൊടുക്കരുത്. ഇതൊരു അപേക്ഷയാണെന്ന് കൂട്ടിക്കോ. പ്രതികാരത്തിന് തൻ്റെ മുമ്പിലായി വന്നു നിന്ന മാനവും ആത്മാഭിമാനവും നഷ്ടപ്പെട്ട ഒരു പീറപ്പെണ്ണിൻ്റെ അപേക്ഷയായി തന്നെ കരുതിക്കോളൂ. അവൻ്റെ മുന്നിൽ നിന്നും അഗ്നിതയോട് പറഞ്ഞു തുടങ്ങി അവളുടെ വാക്കുകളിൽ ഒടുവിൽ അവൻ്റെ ദയനീയ അവസ്ഥ കടന്നു വന്നിരുന്നു. അതവനോടുള്ള സഹതാപത്തിലോ സിമ്പതിയിലോ അല്ല, മറിച്ച് അവൻ്റെ പുതിയ ഭാവമാറ്റത്തിൽ തന്നെ ആരുടെങ്കിലും മുന്നിൽ കൊണ്ടുപോയി കാഴ്ച വെക്കുമോ എന്ന് അവളുടെ ഉള്ളിൽ ആശങ്ക നിറഞ്ഞിരുന്നു. താൻ എന്നെ ഒന്ന് മനസ്സിലാക്കാൻ വഴിന്ന് മാറി നിൽക്കടൂ.
അവനോട് അത് പറഞ്ഞു പോകാൻ നിന്നവളുടെ മുന്നിൽ കയറി തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കി കൊടുക്കാനായി അവൻ ശ്രമിച്ചതും അവൻ നേരെ അവളുടെ ശബ്ദം ഉയർന്നു വന്നു. അതിലൊരു തരി പോലും അവനോട് ഭയമോ പേടിയോ കലർന്നിട്ടില്ലായിരുന്നു. പകരം അവനോടുള്ള പക പഴയതിനേക്കാൾ ശക്തിയിൽ ആളിക്കത്തി. അവളുടെ പകയാർന്ന നോട്ടത്തിൽ തനിക്ക് പിടിച്ചു നിൽക്കാനാവില്ലെന്ന് തോന്നിയവൻ അവൾക്ക് മുന്നിൽ നിന്നും അവൻ മാറിക്കൊടുത്തതും അവൾ ആ മുറി വിട്ട് വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് പോയി. അവൻ്റെ അരികിൽ നിൽക്കുന്ന ഓരോ നിമിഷവും അത്രയും മറപ്പോടെയും വെറുപ്പോടെയും മാത്രമാണ് അവൾക്ക് നിൽക്കാൻ കഴിഞ്ഞത്. എത്രയും പെട്ടെന്ന് അവനിൽ നിന്നും അകന്ന് മാറിപ്പോകാൻ ആഗ്രഹിച്ചവൾ ഒരു നിമിഷം പോലും അവൻ്റെ മുറിയിലോ പരിസരത്ത് നിൽക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് അവൾ വേഗം അവൻ്റെ മുറിയിൽ നിന്നും ഇറങ്ങി. ധൃതിയിൽ കോടിപ്പടികൾ ഇറങ്ങാൻ തുടങ്ങി അവളുടെ കാലുകൾ ഇടുന്നത് അവൾ അറിഞ്ഞുവെങ്കിലും അത് കാര്യമാക്കാതെ അവൾ താഴേക്കിറങ്ങി. പക്ഷേ അവസാന പടികൾ ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ അവളുടെ കാലുകൾ ഇടുന്നതിനോടൊപ്പം അവളുടെ കണ്ണുകളിൽ ഇരുട്ടുകൂടി ആധിപത്യം പിടിച്ചു. ആ പാവം പണ്ട് നിലത്തേക്ക് ഊർന്നു വീണു. ഒരാശ്രയത്തിനായി അവൾ അവിടേക്ക് പിടിക്കാൻ ശ്രമിച്ചുവെങ്കിലും എവിടെയും എത്താതെ നിലംപറ്റി താഴേക്ക് പതിച്ചു. സ്റ്റെയറിന്റെ അവസാനത്തെ സ്റ്റെപ്പിൽ ബോധമില്ലാതെ കിടക്കുന്ന അവളെ കണ്ടുകൊണ്ട് വന്ന കമലമ്മ ആദ്യകൂടെ അവൾക്ക് അരികിലേക്ക് ഓടിയെടുത്തുകൊണ്ട് അവളെ തട്ടി വിളിച്ചു. എങ്കിലും അവളിൽ നിന്നും പ്രതികരണം മൗനമായപ്പോൾ ആ സ്ത്രീ ഉറക്ക റാമിനെ വിളിച്ചതും അകത്തിന്ന് കമലമ്മയുടെ നിലവിളി കേട്ട് റാം പുറത്തേക്ക് വന്നു. സ്റ്റെയറിന്റെ കൈവരിയുടെ അരികെ നിന്ന് കമലമ്മ വിളിച്ചെടുത്തേക്ക് നോക്കിയതും കണ്ടത് നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന അഗ്നിതയാണ്. അത് കണ്ടതും ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ അവളിലേക്ക് ഓടിയെടുത്തു. അപ്പോഴേക്ക് ശ്യാം അവളുടെ അരികിലേക്ക് വന്നിരുന്നു. റാം ഒത്തിരി വട്ടം അവളെ തട്ടി വിളിച്ചുവെങ്കിലും നിതുണ്ടരാതെ ആയപ്പോൾ ശ്യാമിനോട് വണ്ടിയെടുക്കാനായി പറഞ്ഞ് അവളെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടിയിരുന്നു. അവൻ്റെ ആജ്ഞ കേട്ടപ്പോൾ തന്നെ ശ്യാം പോയി കാറിൻ്റെ ഡോർ അവർക്ക് കയറാൻ പാകത്തിന് തുറന്നു വെച്ച് കൊടുത്ത് കാർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. റാം അവളെയും കൊണ്ട് വാരിയെടുത്ത് കാറിലേക്ക് കയറിയതും അവരുടെ കാർ സിറ്റി ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു കഴിഞ്ഞിരുന്നു. ഹോസ്പിറ്റലിലെത്തി അവളെ ക്യാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയിരുന്നു. ഡോക്ടർ വന്ന് പരിശോധിച്ചതും 1-2 ടെസ്റ്റുകൾ എഴുതി നൽകി അവൾക്ക് ഡ്രിപ്പ് ഇട്ട് കൊടുക്കുവാനുള്ള ഷീറ്റും നൽകി ഡോക്ടർ പോയിരുന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞതും ഡോക്ടർ തന്നെ അവരുടെ അരികിലേക്ക് വന്നിരുന്നു. അപ്പോഴും അവൻ്റെ ഉള്ളിൽ ആശങ്കയും ഭയവും അതുപോലെ തന്നെ അവൻ്റെ മുഖത്ത് നിലച്ചിരുന്നു. അവൻ്റെ മുഖത്തെ പരിഭ്രമം കണ്ടതും ഡോക്ടർ ഒരു ചിരിയോടെ അവൻക്ക് അരികിലേക്ക് വന്നു. ഡോക്ടർ, നിതയ്ക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് റാം, താനിങ്ങനെ പറയിടാവാൻ മാത്രമൊന്നുമില്ലടോ. എനിക്ക് പറയാനുള്ളത് ഒരു ഹാപ്പി ന്യൂസാണ്. അത് കേട്ടതും അവൻ സംശയത്തോടെ അവർക്ക് നേരെ മുഖം ചൂടിച്ചു. താനിങ്ങനെ സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. താനൊരു അച്ഛനാവാൻ പോകുന്ന ഗുഡ് ന്യൂസാ എനിക്ക് തന്നോട് പറയാനുള്ളത്. ഷീസ് പ്രഗ്നന്റ്. എനിക്ക് കണ്ടപ്പോഴേ ഡൗട്ട് തോന്നിയിരുന്നു. അതൊന്ന് കൺഫേം ചെയ്ത് പറയാമെന്ന് വെച്ചാൽ ഞാൻ 2-3 ടെസ്റ്റുകൾ എഴുതിയത്. ഞാൻ ഉദ്ദേശിച്ചതുപോലെ അഗ്നിതിയുടെ പ്രഗ്നൻസി കൺഫേമാണ്. പിന്നെ മറ്റൊരു ഹാപ്പിനെസ് കൂടെയുണ്ട്. പറഞ്ഞു നിർത്തിക്കൊണ്ട് അവരവനെ നോക്കി. എന്താ ഡോക്ടർ? അത് അഗ്നിതൊന്ന് മൂളിക്കൊണ്ട് പതിയെ കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചതും ഡോക്ടർ അവൾക്ക് നേരെ തിരിഞ്ഞു. ഉടനെ അവളുടെ പൾസ് ചെക്ക് ചെയ്യാൻ തുടങ്ങി. എന്നാൽ റാം കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെയാണ് നിന്നിരുന്നത്. ഡോക്ടറുടെ വാക്കുകളിൽ ആദ്യം പകച്ചു പോയെങ്കിലും പിന്നീട് അവൻ്റെ ഉള്ളിൽ സന്തോഷം തിരത്തല്ലി. ആദ്യമായി അവൻ ഒരു പിതൃത്വത്തിൻ്റെ അനുഭവം തൊട്ടറിഞ്ഞു. അതിൻ്റെ സന്തോഷം അവനിൽ ഉണ്ടായത് എത്രത്തോളമാണെന്ന് അവന് പോലും അറിയില്ലായിരുന്നു. പക്ഷേ അവൾ ബോധം തെളിഞ്ഞ് കണ്ണുകൾ ചിമ്മി തുറക്കുന്നത് കണ്ടതും അവൻ്റെ സന്തോഷം എവിടേക്കോ ഓടി മറിഞ്ഞിരുന്നു. ഇതറിയുമ്പോൾ അവളുടെ പ്രതികരണം എങ്ങനെയാവുമെന്ന് അറിയാതെ അവൻ്റെ നെഞ്ചിടിപ്പ് ഉയരാൻ തുടങ്ങിയിരുന്നു. ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഹോസ്പിറ്റലാണെന്ന് പോലും നോക്കാതെ അവൾ പൊട്ടിത്തെറിക്കുമോ എന്ന് അവൻ ആകെ ഭയന്നിരുന്നു. അല്ലെങ്കിൽ തൻ്റെ ഇന്നലത്തെ പ്രവൃത്തിയിൽ അവൾ ആകെ ദേഷ്യത്തിലാണ്. അതിൻ്റെ കൂടെ ഇതും കൂടി അറിയുമ്പോൾ അവളുടെ അവസ്ഥ ആലോചിച്ച് അവൻ തല പെരുക്കുന്നത് പോലെയാണ് തോന്നിയത്. ആഹാ, ഉണന്നോ? ഇപ്പം എങ്ങനെയുണ്ട്? ആർ യു ഓക്കെ? അവൾ തലസ്യയോടെ മറുപടി കൊടുത്തുകൊണ്ട് തലയിൽ കൈവച്ചു. എന്ത് പറ്റി അഗ്നിത? തല കറങ്ങുന്നുണ്ടോ? ആ ഡോക്ടർ, അത് സാരല്ല. ഈ ടൈമിൽ ഇതൊക്കെ സർവ്വസാധാരണയാണ്. സോറി, ഞാൻ പറയാൻ മറന്നു. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. 2 പേരുടെയും ഇടയിലേക്ക് ഇനി മുതൽ വേറെ ചില ആൾക്കാർ കൂടി വരാൻ പോകുക. മനസ്സിലായില്ലേ? അവളുടെ അങ്കലാപ്പോട് കൂടിയുള്ള കിടപ്പ് കണ്ട് ഡോക്ടർ ചോദിച്ചതിന് അവൾ ഇല്ലെന്ന് തലയാട്ടി. പറയാം, നിങ്ങൾക്കിടയിലേക്ക് നിങ്ങളുടെ പ്രണയത്തിന് സമ്മാനമായി ഇന്നു മുതൽ വേറെ ചിലരും ഉണ്ടാവും. യു ആർ പ്രഗ്നന്റ്. ഇപ്പം മനസ്സിലായോ? ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ കേട്ട് അന്താളിപ്പോടെ നിൽക്കുന്നവളുടെ കവളി തട്ടി പറഞ്ഞതും കേട്ടത് വിശ്വസിക്കാനാവാതെ അവൾ തറഞ്ഞു പോയിരുന്നു. അവൾ പോലും അറിയാതെ ഒരു നിമിഷം അവളുടെ കൈകൾ അവളുടെ വയറിന് തലോടിപ്പോയിരുന്നു. കണ്ണുകൾ നിറയാനായി വെമ്പൽ കൂട്ടിയതും കണ്ണുകൾ ഇറുകി അടച്ചുകൊണ്ട് അവൾ കിടന്നതും മിഴിനീർ കുസൃതി കാട്ടിയ സൈഡിലൂടെയും ഒഴുകിയിറങ്ങി. താനിങ്ങനെ സന്തോഷം കൊണ്ട് കരഞ്ഞിപ്പോൾ തന്നെ തീർക്കല്ലേ? ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല. ഇപ്പോൾ അറിഞ്ഞ സന്തോഷത്തിലേക്ക് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എന്താണെന്ന് അറിയേണ്ടത് നിങ്ങൾക്ക്. എന്നിട്ട് എന്താ കാര്യം? നിങ്ങൾ എന്താ ചോദിക്കാത്തത്? സോറി ഡോക്ടർ, എന്താ കാര്യം? റാം അത് ചോദിക്കുമ്പോഴും നിത വയറിന് കുറുകെ കൈവച്ച് അപ്പോഴും കണ്ണുകൾ അടച്ച് തന്നെ കിടന്നു. വേണ്ട, ഇനി ഞാൻ തന്നെ പറയാം. നിങ്ങളുടെ ഇടയിലേക്ക് 3 പേരാ കടന്നു വരുന്നത്. എന്താ രണ്ടാളും കുന്തു പിണങ്ങിയ പോലെ നോക്കുന്നേ? മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? അഗ്നിതയുടെ വയറ്റിൽ 3 ബേബീസാണുള്ളതെന്ന്.
3 മാസത്തോളം വളർച്ചയുണ്ട് കുഞ്ഞുങ്ങൾക്ക്. നിങ്ങളെന്തൊന്നും ശ്രദ്ധിച്ചില്ലേ? നീതാ പീരീഡ്സ് തെറ്റിയപ്പോൾ ശ്രദ്ധിക്കേണ്ട ഇതൊക്കെ. അമ്മക്കും കുഞ്ഞുങ്ങൾക്ക് ഇതുവരെ കുഴപ്പമൊന്നുമില്ലാതിരുന്നതിന് ദൈവത്തിനോടാണ് നന്ദി പറയേണ്ടത്. മാത്രമല്ല, താനെന്താ ഫുഡ് കഴിക്കലൊന്നുമില്ലേ? എന്തൊരു വീക്കാടോ ബോഡി. ആദ്യമേ തന്നെ പറയാം, ഇങ്ങനെയാണെങ്കിൽ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അത് 2 പേരുടെയും ജീവന് ഭീഷണിയാണ്. അതുകൊണ്ട് ഫുഡ് നന്നായി കഴിക്കണം. ഒറ്റയടിക്ക് വേണ്ട, ഇടവിട്ട്. അതുപോലെ വെള്ളവും നന്നായി കുടിക്കണം. ഫ്രൂട്ട്സും വിറ്റാമിൻ ഫുഡൊക്കെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം. റാം, താനാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ ഡെലിവറി ഭയങ്കര കോംപ്ലിക്കേഷൻ ആകും. ഇപ്പം ഞാനൊരു ട്രിപ്പ് ഇടാനായി എഴുതാം. ഒരു കുപ്പി കൂടി കയറ്റിക്കോ. ഇവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡും കിട്ടും. നീതിയുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുത്ത് കഴിച്ച് 2 ആളും ഇവിടുന്ന് പോയാൽ മതി. പോകുന്നതിന് മുമ്പേ എന്നെ വന്ന് കാണണം. BP ചെക്ക് ചെയ്യാനാണ്. അത് ഓക്കെ ആയാൽ നമുക്ക് പോകാം. അല്ലെങ്കിൽ ഇന്ന് ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. എന്ത് ഹെൽത്ത് ഇഷ്യൂ തോന്നിയാലും അപ്പം തന്നെ എന്നെ വിളിക്കുകയോ ഹോസ്പിറ്റലിലേക്ക് വരികയോ ചെയ്യണം. മന്ത്ലിയുള്ള ചെക്കപ്പ് ഒരു കാരണവശാലും മുടക്കരുത്. ഒരു കാര്യം എപ്പോഴും ഓർമ്മ വേണം, 1 അല്ല 3 പേരാ ഉള്ളിലുള്ളതെന്ന്. പിന്നെ ഇയാൾ വളരെ ഗ്ലൂമി ആയല്ലോ റാം. എന്തെങ്കിലും ഫാമിലി പ്രോബ്ലംസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ആക്കണം. അമ്മയുടെ സന്തോഷം കുഞ്ഞുങ്ങൾക്ക് സന്തോഷം. അമ്മ സാഡായ അത് കുഞ്ഞുങ്ങളെയും ബാധിക്കും. അതുപോലെ തന്നെ അമ്മ ഹാപ്പിയായ കുഞ്ഞുങ്ങൾ നല്ല എനർജിയും മിടുക്കന്മാരും മിടുക്കതകളായിരിക്കും. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയി പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായില്ലല്ലേ? നീതയുടെ ബോഡി നല്ല വീക്കായതുകൊണ്ടും ഉള്ളിലെ ബേബീസ് 3 പേരായതുകൊണ്ടുമാണ്. ബി കെയർഫുൾ, ടേക്ക് റെസ്റ്റ് ആൻഡ് ഓൾവേസ് ഹാപ്പി ആയിരിക്കണം. കേട്ടല്ലോ? അവളുടെ കവളിലൊന്നും തട്ടി അവൾക്കുള്ള മരുന്നും കുറിച്ച് കൊടുത്ത് പ്രിസ്ക്രിപ്ഷൻ നേഴ്സിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് അവർ പോയി. എന്നാൽ ഇതെല്ലാം കേട്ട് ആകെ കിളി പോയാണ് റാം നിൽക്കുന്നത്. റാമിനവളെ തന്നെ നെഞ്ചോട് ചേർത്തണം. തൻ്റെ കുഞ്ഞുങ്ങളെ തലോടണമെന്നൊക്കെ ഉണ്ടെങ്കിലും അവനവളെ തലയുറ്റി നോക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം. നേഴ്സിൻ്റെ വിളിയായിരുന്നു അവനെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത്. ആ നേരം കൊണ്ട് തന്നെ അവൻ്റെ ഉള്ളിൽ അച്ഛനും മക്കളും ചേർന്നൊരു ലോകം തന്നെ കെട്ടിപ്പൊക്കി കഴിഞ്ഞിരുന്നു. സാർ, സാർ ഇതിലെ മരുന്നൊക്കെ വാങ്ങിച്ചോളൂ. പിന്നെ ഡോക്ടർ പറഞ്ഞ പോലെ പേഷ്യൻറ്റിന് കഴിക്കാനായി എന്തെങ്കിലും ഫുഡും വാങ്ങി വന്നോളൂ. ഞാൻ വാങ്ങി വരാം. പക്ഷേ ഇവളുടെ അടുത്ത് ആരുമില്ല, ഒറ്റയ്ക്ക്. സാറ് പേടിക്കണ്ട, ഞങ്ങൾ നേഴ്സുണ്ടല്ലോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. താങ്ക്സ്. അത് പറഞ്ഞ് കണ്ണുകൾ അടച്ച് കിടക്കുന്നവൾ ഒന്നുകൂടി നോക്കിയവൻ മിഴികൾ നിറഞ്ഞ് ഇരുചെന്നിയിലൂടെ നിലത്തേക്ക് ഒഴുകുന്നുണ്ട്. ഇടം കൈയാൽ വയറിന് പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ട്. വലം കൈപ്പത്തിയുടെ പുറത്ത് കാനിലെ വഴി ഗ്ലൂക്കോസ് കയറുന്നുണ്ട്. നിറഞ്ഞൊഴുകുന്നവളുടെ കണ്ണുകൾ തുടച്ചു കൊടുക്കാൻ അവൻ ആഗ്രഹമുണ്ടെങ്കിലും അതെല്ലാം ഉള്ളിലൊതുക്കി അവൻ അവൾക്കുള്ള ഫുഡ് വാങ്ങാൻ പോയി. അവൻ പോയെന്ന് മനസ്സിലായതും അവൾ കണ്ണുകൾ തുറന്ന് ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരിനെ ഇടം കൈയാൽ തുടച്ചു നീക്കി. എങ്കിലും ആ കണ്ണുനീരിനെ നിയന്ത്രിക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. തൻ്റെ വയറ്റിൽ 3 ജീവനുകൾ പിറിവെടുത്തത് അവൾക്ക് വിശ്വസിക്കാൻ പോലും ആവുന്നുണ്ടായിരുന്നില്ല. അവരോടുള്ള പ്രതികാരാഗ്നിയിൽ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നത് താൻ അറിഞ്ഞില്ല. മാസങ്ങളോ ഡേറ്റുകളോ പോലും താൻ അറിയാതെ പോയി. മാസാമാസങ്ങളിൽ വിരുന്നെത്തുന്ന ആ അതിഥിയെയും അവൾ മറന്നുപോയിരുന്നു. വയറിന് മേലെ കൈവച്ച് പതിയെ തഴുകാൻ തുടങ്ങിയവൾ. ഒരു നിമിഷത്തെ ആ പകപ്പ് മാറി അവൾ യാഥാർത്ഥ്യത്തെ സ്വീകരിക്കാൻ ഒരുങ്ങിയതും അവളുടെ ഉള്ളിലെ മാതൃഹൃദയം അവിടെ പിറവിയെടുത്ത് കഴിഞ്ഞിരുന്നു. തൻ്റെ പൊന്നോമനകളെ 2 കൈകളാലും അവൾ പൊതിഞ്ഞു പിടിച്ചു. ഡോക്ടർ പറഞ്ഞ വാക്കുകൾ അവളെ കാതിൽ അലയിരിക്കാൻ തുടങ്ങി. അമ്മയുടെ സന്തോഷമാണ് കുഞ്ഞുങ്ങൾക്ക് എന്നും അതവളുടെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞതും അവളുടെ കണ്ണുകളിലെ നിലക്കാത്ത നീരുറവ ഒരു നിമിഷം മുതൽ മറ്റി വരണ്ടു പോയിരുന്നു. എന്നിരുന്നാലും അവളുടെ ജീവിതത്തിൽ സന്തോഷിക്കാൻ മാത്രം അവൾക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. തിരിച്ചു വരുമ്പോഴും അതേ കിടപ്പ് തന്നെയാണ് അവൾക്കുള്ളതെന്ന് അവന് മനസ്സിലായി. ഗ്ലൂക്കോസ് കുപ്പി പകുതിയായിട്ടുണ്ട്. അവളുടെ കണ്ണുനീർ നിലച്ചത് അവൻ ശ്രദ്ധിച്ചു. അവളെങ്ങനെ പ്രതികരിച്ചാലും അവളോട് സംസാരിക്കാൻ അവൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് വന്നാലും വേണ്ടിയില്ലെന്ന് കരുതി അവളുടെ അരികെ ചെന്ന് വയറിന് കുറുകെ വെച്ചുള്ള കൈക്കുമേലെ അവൻ കൈകൾ ചേർത്തതും ഞെട്ടിക്കൊണ്ട് കണ്ണു തുറന്ന അഗ്നിത മുന്നിൽ നിൽക്കുന്ന റാമിനെയും തൻ്റെ കൈക്കുമേലെ വെച്ച് അവൻ്റെ കൈയിലേക്കും ഒരു നിമിഷം നോക്കി. അടുത്ത നിമിഷം തന്നെ അവൾ തട്ടിത്തെറിപ്പിച്ചിരുന്നു അവൻ്റെ കൈകൾ. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ മേലെ തുടരുതെന്ന്? ഉറപ്പും വെറുപ്പും മാത്രമായി എനിക്ക് നിങ്ങളോടുള്ളത്. നിങ്ങളുടെ സാന്നിധ്യം സ്വപ്നത്തിൽ പോലും ആഗ്രഹിക്കുന്നില്ല ഞാൻ. ശബ്ദം താഴ്ത്തിയാണ് അവളത് പറഞ്ഞിരുന്നുവെങ്കിലും അവനോടുള്ള വെറുപ്പും പകയും അവളുടെ വാക്കുകളിൽ മുഖത്ത് നിന്ന് പ്രകടമായിരുന്നു. അവളുടെ അവസ്ഥ മോശമായതിനാൽ അവളോട് വഴക്കിടാൻ അവന് കഴിയുമായിരുന്നില്ല. അല്ലെങ്കിലും ഇനി അവനത് കഴിയില്ല. അവളോട് തോന്നിയ വെറുപ്പിന് പകരം ഇന്ന് ആ സ്ഥാനത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം പ്രണയം തുളുമ്പുന്നുണ്ട്. അതുകൊണ്ട് അവളോട് സൗമ്യതയിൽ സംസാരിച്ച് വാങ്ങിക്കൊണ്ടുവന്ന ഭക്ഷണം കഴിപ്പിക്കാനായി ശ്രമിച്ചു. വലത് കൈയിൽ ക്യാനലയായതിനാൽ അവൾക്ക് ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലെന്ന് അവൻ അറിയാമായിരുന്നു. എന്നാൽ താൻ വാരിക്കൊടുത്താൽ പട്ടിണി കിടന്നാലും അവൾ ഭക്ഷണം കഴിക്കുകയില്ല. പക്ഷെ അവളുടെ അവസ്ഥയോർത്തതും ഒന്ന് കണ്ണടച്ച് അവൻ അവൾക്ക് നേരെ മുഖമുയർത്തി. ഞാൻ ഭക്ഷണം വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്, താനെങ്ങനെ കഴിക്കുക? കയ്യിൽ ക്യാനലയല്ലേ, തനിക്ക് കുഴപ്പമില്ലേ? ഞാൻ വാരിത്തരാം. കുഴപ്പമുണ്ട്. ദാഹിച്ചൊരിട്ട് വെള്ളത്തിന് കെഞ്ചേണ്ടി വന്നാലും തൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങി കുടിക്കില്ല. അതിനേക്കാൾ നല്ലത് ഞാനും എൻ്റെ മക്കളും ഇങ്ങനെ പട്ടിണി കിടന്ന് ചാകുന്നതാ. അതാണല്ലോ തനിക്ക് സന്തോഷം.
ഒന്നിനെ തന്നെ കഷ്ടപ്പെട്ടാണ് ചുമക്കുന്നത്. അതിൻ്റെ കൂടെ 3 കുരുന്ന് ജീവനിൽ കൂടെ ബാധ്യതയും തലയിലാവുന്നുള്ള പേടിയുണ്ടല്ലേ? അതോ 4നെയും ഒറ്റയടിക്ക് തീർക്കാനായി ഇതിൽ വലുത് ചേർത്തിട്ടുണ്ടോ? അല്ല, പറയാൻ പറ്റില്ല. തൻ്റെ കാര്യമാണ്. മനസാക്ഷി എന്തെന്ന് പോലും അറിയത്തില്ല തനിക്ക്. അവന് നേരെ പൂച്ചത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ തലചരിച്ചു. നിത, തനിക്ക് എന്നോട് ഇപ്പോഴും ക്ഷമിക്കാൻ കഴിയില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയെങ്കിലും തനിക്ക് എന്നോട് ക്ഷമിച്ചൂടെ? ക്ഷമ, ആ വാക്കിൻ്റെ അർത്ഥം അറിയില്ല എനിക്ക്. എന്തിൻ്റെ പേരിലാണ് തന്നോട് ഞാൻ ക്ഷമിക്കേണ്ടേ? അതുകൂടി എനിക്കൊന്ന് പറഞ്ഞു തായോ. താൻ എന്താ പറഞ്ഞേ? നമ്മുടെ കുഞ്ഞുങ്ങളോ? ആര് പറഞ്ഞത്? അവരെൻ്റെ കുഞ്ഞുങ്ങളാ, എൻ്റെ മാത്രം.